അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാനരായ അൽ ഹിക്മ ദർസ് ഹദീസ് പഠിതാക്കളെ, പ്രിയങ്കരരായ സഹോദരങ്ങളെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഈ ചെലവഴിക്കുന്ന നിമിഷങ്ങളെ എല്ലാ അർത്ഥത്തിലും നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മളിന്ന് പുതിയൊരു അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അധ്യായത്തിൻ്റെ പേര് ബാബു ഫളിൽ ഗനിയ്യി ഷാക്കിർ എന്നാണ്. നന്ദി കാണിക്കുന്ന ഗനിയായ, ധനികനായ ഒരാളുടെ ശ്രേഷ്ഠത എന്നർത്ഥത്തിലാണ്. ഈ ഒരു അധ്യായത്തിൽ തുടക്കം കുറിക്കുമ്പോൾ ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ ഗ്രന്ഥത്തിൽ ധാരാളം ഹദീസുകൾ സാധാരണ ഒരു അധ്യായം തുടക്കം കുറിക്കുന്ന പോലെ തന്നെ പ്രതിപാദിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. വിശുദ്ധ ഖുർആനിക വചനങ്ങൾ പ്രതിപാദിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. നമുക്കൊക്കെ സുപരിതമായ കുറേയധികം ആയത്തുകളാണ്. സൂറത്തുൽ ലൈലിൽ നിന്ന് ഫഅമ്മാ മൻ അഅത വത്തഖ വസദ്ദഖ ബിൽ ഹുസ്ന ഫസനയസ്സിറുഹു ലിൽ യുസ്ര, അതുപോലെ ഫസയുജന്നബുഹുൽ അത്ഖ അല്ലദീ യുഅ്തി മാലഹു യതസക്ക വമാ ലി അഹദിൻ ഇൻദഹു മിൻ നിഅമത്തിൻ തുജ്സ ഇല്ലാ ഇബ്തിഗാഅ വജ്ഹി റബ്ബിഹിൽ അഅല എന്ന് തുടങ്ങുന്ന ആയത്തുകൾ. ആ ആയത്തുകളിലൂടെ പ്രധാനമായും ഊന്നേൽക്കുന്ന ഒരു ആശയം എന്ന് പറയുന്നത്, തൻ്റെ സമ്പത്ത്, തനിക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയ സമ്പത്ത്, ആ സമ്പത്തിനോട് നമുക്ക് പ്രിയമുണ്ടായിരിക്കെ തന്നെ അതിനേക്കാൾ അപ്പുറം അള്ളാഹുവിൻ്റെ വജ്ഹിന് പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ സന്നദ്ധമാകുന്ന ഒരു ധനികനെയാണ്, അല്ലെങ്കിൽ ആ അർത്ഥത്തിൽ സമ്പന്നത നൽകപ്പെട്ടവരെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വചനങ്ങളിലൂടെ പരിചയപ്പെടുത്തുന്നത്. ആ ഒരു ആയത്തുകളാണ്. അതുപോലെ തന്നെ മറ്റു ചില ആയത്തുകളും ഈ അധ്യായത്തിൻ്റെ തുടക്കത്തിൽ ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിച്ച് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആകത്തുക ഇതാണ്: അള്ളാഹുവിന് മാർഗത്തിൽ ചെലവഴിക്കുന്ന, അള്ളാഹുവിന് നന്ദി കാണിക്കുന്ന, അഥവാ തനിക്ക് ലഭ്യമായ സമ്പത്തിനെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവൻ്റെ വജ്ഹ് മാത്രം കാണിച്ചുകൊണ്ട് ഇല്ല ഇബ്തിഗാഅ വജ്ഹി റബ്ബിഹിൽ അഅല, അത്യുന്നതനായ റബ്ബിൻ്റെ വജ്ഹല്ലാത്ത മറ്റൊന്നും ആഗ്രഹിക്കാതെ ചെലവഴിക്കുന്നതിനെയാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ചെലവഴിക്കൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു ശ്രേഷ്ഠത എന്നതാണ് ഈ ഒരു അധ്യായത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. അങ്ങനെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുക എന്നുള്ളതിനെ യഥാർത്ഥത്തിൽ അള്ളാഹുവിന് നന്ദി കാണിക്കുന്ന തുല്യമായിട്ടാണ് അള്ളാഹു പറയുന്നത്. അതല്ലാതെ കണ്ട് ഏതോ അർത്ഥത്തിൽ ഒരു സമ്പന്നൻ തൻ്റെ സമ്പത്തിൽ നിന്നൊരു വിഹിതം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവൻ്റെ വജ്ഹ് കാംക്ഷിച്ചുകൊണ്ട് ചെലവഴിക്കുന്നു എന്നത് ഒരിക്കലും ഒരു പടച്ചവനോടുള്ളൊരു ഔദാര്യമായിട്ടല്ല ഒരാൾ കാണേണ്ടത്, മറിച്ച് അള്ളാഹുവിനോടുള്ള നന്ദി പ്രകടനമായിട്ടാണ് കാണേണ്ടത് എന്ന ഒരു സന്ദേശമാണ് ഈ ഒരു അധ്യായത്തിൻ്റെ തുടക്കത്തിലൂടെ ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മളതിൻ്റെ ഹദീസുകളിലേക്ക് പ്രവേശിച്ചാൽ, രണ്ട് ഹദീസുകൾ ഏതാണ്ട് ഒരേ ആശയത്തിൽ വരുന്ന രണ്ട് ഹദീസുകളാണ്. ഞാനതൊന്ന് വായിക്കാം ഇൻഷാ അല്ലാഹ്. ഒന്നാമത്തേത് അൻ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഹസദ ഇല്ലാ ഫീ ഇസ്നതൈൻ റജുലുൻ അതാഹു അല്ലാഹു മാലൻ ഫസല്ലതഹു അലാ ഹലകതിഹി ഫിൽ ഹഖ് വറജുലുൻ അതാഹു അല്ലാഹു ഹിക്മതൻ ഫഹുവ യഖ്ളി ബിഹാ വയുഅല്ലിമുഹാ. മുത്തഫഖുൻ അലൈഹി. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസ് ആണ് ഇത് എന്നർത്ഥം. അതേ ആശയം തന്നെയാണ് വീണ്ടും മറ്റൊരു ഹദീസ് ഈ അധ്യായത്തിൽ നൽകപ്പെട്ടിട്ടുള്ളത്. അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ലാ ഹസദ ഇല്ലാ ഫീ ഇസ്നതൈൻ റജുലുൻ അതാഹു അല്ലാഹുൽ ഖുർആൻ ഫഹുവ യഖൂമു ബിഹി ആനാ അൽ-ലൈലി വ ആനാ അൻ-നഹാർ വറജുലുൻ ആതാഹു മാലൻ ഫഹുവ യുൻഫിഖുഹു ആനാ അൽ-ലൈലി വ ആനാ അൻ-നഹാർ. മുത്തഫഖുൻ അലൈഹി. രണ്ട് ഹദീസുകളും ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഈ രണ്ട് ഹദീസ് നമുക്ക് സുപരിതവുമാണ്. ആദ്യം പറയുന്നത് അല്പ വ്യത്യസ്തത്തോടുകൂടിയാണ് മറ്റൊരു രണ്ടാമത് പറയപ്പെട്ട ഹദീസ് ഉള്ളത്. അഥവാ ഇമാം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്തിട്ടുള്ള ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് കാണുന്നത് ലാ ഹസദ ഇല്ലാ ഫീ ഇസ്നതൈൻ, രണ്ട് കാര്യങ്ങളിലല്ലാതെ ഹസദ്, അസൂയ പാടില്ല എന്നുള്ളതാണ്. നമുക്ക് മറ്റൊരാളോട് അസൂയ തോന്നാൻ അനുവാദമുള്ള രണ്ട് മേഖലകളെ കുറിച്ചാണ് ഈ ഹദീസിൽ പറയുന്നത്. നമ്മളത് പലപ്പോഴും ഒരുപക്ഷെ നമ്മുടെ വർത്തമാനങ്ങളൊക്കെ വന്നു പോകുന്ന അധ്യാപനങ്ങളായിരിക്കാം. അതിലൊന്നാമത്തേത് പറയുന്നത് റജുലുൻ ആതാഹുല്ലാഹു മാലൻ, ഒരാൾ അള്ളാഹു അയാൾക്ക് സമ്പത്ത് നൽകിയിട്ടുണ്ട്. ആ സമ്പത്ത് ഫസല്ലതഹു അലാ ഹലകതിഹി ഫിൽ ഹഖ്,
അങ്ങനെ ആ സമ്പത്ത് അള്ളാഹുവിൻ്റെ സത്യത്തിൻ്റെ മാർഗത്തിൽ അത് അങ്ങനെ ചെലവഴിച്ചു കൊണ്ടിരിക്കുക. അത്തരം ആളുകളോട് നമുക്ക് അസൂയ ഉണ്ടാകാമെന്നാണ്. സമ്പന്നനാണ്, പക്ഷെ ആ സമ്പത്ത് എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അയാൾ ചെലവഴിക്കുന്നുണ്ട്, അതിലൂടെ അള്ളാഹുവിൻ്റെ പുണ്യം അയാൾ നേടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ പുണ്യം നേടുന്നവരോട് നമുക്ക് അസൂയ ഉണ്ടാവുക, അഥവാ റബ്ബെ അതുപോലെ നമുക്കും നൽകിയിരുന്നെങ്കിൽ, നിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ അവസരം കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാനുള്ള ഒരു അനുവാദം ഒരർത്ഥത്തിൽ നമുക്ക് വകവെച്ചു തരുന്നു എന്നാണ് കാണാൻ കഴിയുക. അപ്പോൾ ഇവിടെ നമുക്ക് ആ അർത്ഥത്തിൽ അസൂയ വെച്ച് പുലർത്തുക എന്നുള്ള ഒരു മഹത്തരമായ കാര്യത്തെക്കുറിച്ചല്ല പറയുന്നു, മറിച്ച് ഊന്നൽ നൽകുന്നതിനാണ് തനിക്ക് ലഭ്യമായ സമ്പത്ത് അത് അള്ളാഹുവിന് മാർഗത്തിൽ ചെലവഴിക്കുന്ന ഒരാളുടെ ശ്രേഷ്ഠത പഠിപ്പിക്കാനാണ് ഈ ഒരു വർത്തമാനം പറയുന്നത്. കാരണം അത്രമേൽ പ്രിയപ്പെട്ടതാണ്, അത്രമേൽ ഒരാൾക്ക് ആഗ്രഹിക്കാൻ കഴിയുന്ന പദവിയാണത്, അത്രമേൽ അള്ളാഹു ഏറെ ശ്രേഷ്ഠത കൽപ്പിക്കുന്ന ഒരു വിഭാഗമാണത് തൻ്റെ സമ്പത്തിൽ നിന്ന്. ഇത് വളരെ പ്രധാനമാണ്. കാരണം ഒരു വിശ്വാസിയെ സംബന്ധിച്ചോളം നമ്മൾ പലപ്പോഴും മനസ്സിലാക്കിയതുപോലെ തൻ്റെ സമ്പത്തിൽ നിന്ന് ഒരു വിഹിതം അള്ളാഹുവിൻ്റെ വജുഹ് മാത്രം കാംക്ഷിച്ചു കൊണ്ടൊരാൾ ചെലവഴിക്കുക എന്ന് പറയുന്ന താല്പര്യം അത് അയാളുടെ ഈമാനിൻ്റെ അടയാളം എന്നുള്ളതാണ്, ഈമാനിനെ തെളിയിക്കുന്ന കാര്യമാണ്. സ്വതക്ക എന്നൊക്കെ അതുകൊണ്ടാണ് പറയുന്നത്, തൻ്റെ ഈമാനിനെ സത്യപ്പെടുത്തുന്നതോ അതാണ് സ്വതക്ക. അതുകൊണ്ടാണ് വളരെ അടിസ്ഥാന വിശേഷണങ്ങളായി മുത്തഖികളെ കുറിച്ചും മുഅ്മിനുകളെ കുറിച്ചും അള്ളാഹു നിരന്തരം പറയുന്നിടത്ത് നിർബന്ധ ബാധ്യതയാവുന്ന സക്കാത്ത് മാറ്റിവെക്കാം, അതല്ല ഇവിടെ ചർച്ചാ വിഷയം. മറിച്ച് തനിക്ക് ലഭ്യമായതിൽ നിന്ന് അല്ലദീന യുൻഫിഖൂന മിമ്മാ റസഖ്നാഹും എന്നൊക്കെ പറയുന്ന പോലെ സൂറത്തുൽ ബഖറയിൽ ആദ്യത്തിൽ പറയുന്നുണ്ടല്ലോ, അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂന സ്സലാത്ത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. നാം അവർക്ക് നൽകിയതിൽ നിന്ന് അവർ ചെലവഴിക്കുന്നു എന്നാണ്. അങ്ങനെ ചെലവഴിക്കുക എന്ന് പറയുന്നത് അവരുടെ അടിസ്ഥാന ക്വാളിഫിക്കേഷനാണ്. അതൊരർത്ഥത്തിലും ഒരു ഔദാര്യമായൊരു കാര്യമല്ല, മറിച്ച് അവർ മുഅ്മിനുകളാണെന്നതിൻ്റെ സാക്ഷ്യമാണ്, അവർ മുത്തഖികളാണെന്നതിൻ്റെ സാക്ഷ്യമാണ്. അത് വേറെടുത്തും അള്ളാഹു പല സ്വഭാവത്തിൽ പറയുന്നുണ്ട്. ഉഇദ്ദത്തിൽ മുത്തഖീൻ, സ്വർഗത്തെക്കുറിച്ച് പറയുക മുത്തഖികൾക്ക് വേണ്ടി സജ്ജമാക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. ആ മുത്തഖികളുടെ ഒന്നാമത്തെ വിശേഷണം എന്തായിരുന്നു? അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാ എന്നാണ്. അവർ സന്തോഷ സന്ദർഭങ്ങളിലും പ്രയാസ സാഹചര്യങ്ങളിലും ഒക്കെയും തൻ്റെ സമ്പത്ത് നിന്ന് ചെലവഴിക്കുന്നവരാണ് എന്ന് മുത്തഖികളെ കുറിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറ ആൽ ഇംറാനിൽ വിശദീകരിക്കുന്നത്. അങ്ങനെ ഈ ഒരു അധ്യായം യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതിൻ്റെ ശ്രേഷ്ഠത പഠിപ്പിക്കുകയാണ്. എന്നാൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുക എന്ന് പറയുന്ന ഒരർത്ഥത്തിൽ അള്ളാഹുവിനോട് നന്ദി കാണിക്കുക എന്ന തലത്തിലാണ് പഠിപ്പിക്കുന്നത്. ഇത് വളരെ പ്രാധാന്യമറിയിക്കുന്നൊരു കാര്യമാണ്. കാരണം പലപ്പോഴും സമ്പന്നരായ നമുക്ക് ഏതോ അർത്ഥം നമ്മൾ ഈ മാർഗത്തിൽ ചെലവഴിക്കുമ്പോൾ എവിടെയോ മനസ്സിൻ്റെ ഒരു കോണിൽ വന്നു പോയേക്കാവുന്ന ഒരു വിചാരവും വികാരവും എന്താണ്? ഞാൻ വലിയ അർത്ഥത്തിലൊരു സേവനമാണല്ലോ ഇസ്ലാമിന് ചെയ്യുന്നത്, ഞാൻ കാരണം കൊണ്ട് ഇസ്ലാമിന് ഈ ഗുണങ്ങൾ ലഭിക്കുന്നുണ്ടല്ലോ, അള്ളാഹുവിനെ സംബന്ധിച്ചോളം ഞാൻ ചെയ്യുന്നത് വലിയൊരു ഔദാര്യമായി ഒരാൾ കരുതുന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ സമ്പത്ത് നിന്ന് പാവങ്ങൾക്കൊരു വിഹിതം മാറ്റിവെക്കുന്നു, അവർക്ക് ഞാൻ താങ്ങായി മാറുന്നു, അവർക്ക് ഞാൻ ഏതോ അർത്ഥത്തിൽ സഹായമായി മാറുന്നു. അത്തരം സന്ദർഭങ്ങളിൽ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപക്ഷെ അതൊരു എൻ്റെ ഔദാര്യമായി ഞാൻ കരുതുന്നു എങ്കിൽ അത് ഗുരുതരമായൊരു കാര്യമാണ്. മറിച്ച് ഒരു വിശ്വാസിയെ സംബന്ധിച്ചോളം അത് അള്ളാഹു തന്നതിന് നന്ദി കാണിക്കലാണ് യഥാർത്ഥത്തിൽ ഞാൻ ചെലവഴിക്കുന്നത് എന്ന ഒരു മാനസികാവസ്ഥയിൽ തൻ്റെ സമ്പത്തിനെ കാണണം, അല്ലെങ്കിൽ സമ്പത്ത് ചെലവഴിക്കുന്നതിനെ കാണണമെന്നാണ്. ചിലരൊക്കെ വ്യക്തിപരമായി തന്നെ പലപ്പോഴും പങ്കുവെക്കാറുണ്ട്. സമ്പന്നരായ ആളുകൾ അള്ളാഹുവിന് മാർഗ്ഗം ചെലവഴിച്ചുകൊണ്ടേയിരിക്കുന്നവരായിരിക്കും. അവരുടെ പോളിസി, അവരുടെ ഒരു നിലപാടെന്താണെന്ന് ചോദിച്ചാൽ, ഏതോ അർത്ഥത്തിൽ ഒരാൾ തൻ്റെ മുമ്പിൽ ആവശ്യം ഉന്നയിച്ച് വരുമ്പോൾ താൻ അയാൾക്ക് സഹായം ചെയ്യുക എന്ന് പറയുന്നത് തൻ്റെ ഔദാര്യമായിട്ടല്ല, മറിച്ച് അത് ഒരു നിമിത്തം മാത്രമെന്നാണ് അദ്ദേഹത്തിൻ്റെ അത്തരം ആളുകളുടെ കാഴ്ചപ്പാട്. അഥവാ അള്ളാഹു ഈ അർത്ഥത്തിൽ പ്രയാസം അനുഭവിക്കുന്ന ഒരാൾക്ക് അള്ളാഹുവിൻ്റെ സഹായം ലഭ്യമാക്കാൻ ഈ ധനികനായ ഞങ്ങളിലൂടെ അതിന് വഴിയൊരുക്കുന്നു എന്ന കാഴ്ചപ്പാടോടുകൂടി മാത്രം അള്ളാഹുവിന് മാർഗത്തിലുള്ള ചെലവഴിക്കലുകളെ കാണുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയുടെ മനസ്സിലുണ്ടാകേണ്ടെന്ന വിചാരവും വികാരവും. അങ്ങനെ ചെലവഴിക്കുന്നവരോട് ഒരാൾക്ക് അസൂയ പുലർത്താൻ സാധ്യമാണ്, അനുവാദമുണ്ട് എന്നതാണ് ഈ ഹദീസിൻ്റെ ഉള്ളടക്കം. അതാണ് ഈ ഒരു ഹദീസ് പ്രധാനമായി ഊന്നൽ നൽകുന്നത്. ശേഷം അതിനെ തുടർന്ന് പറയുന്ന രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് റജുലുൻ ആതാഹുല്ലാഹു ഹിക്മതൻ ഫഹുവ യഖ്ളി ബിഹാ വയുഅല്ലിമുഹാ. മറ്റൊരാൾ അയാൾക്ക് നല്ല ഹിക്മത്ത്, യുക്തിജ്ഞാനം, തത്വജ്ഞാനം, അറിവ്, ഇൽമ് നൽകപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ അത് മുഖേന കാര്യങ്ങൾ വിധിതീർപ്പ് കൽപ്പിക്കുന്നു, ജനങ്ങൾക്കിടയിൽ കാര്യങ്ങൾ തീരുമാനങ്ങൾ കൽപ്പിക്കാൻ കഴിവുള്ളവനാവുന്നു. എന്നല്ല, അത് മുഖേന ജനങ്ങളെ പഠിപ്പിക്കാനൊക്കെ കഴിയുന്ന ഒരാൾ,
അഥവാ ഇൽമു കൊണ്ട്, തനിക്ക് ലഭ്യമായ ഇൽമു കൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പഠനം നടത്തുന്ന, പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, ജനങ്ങൾക്ക് അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെക്കുറിച്ച് ബോധനം നൽകുന്ന, ആ വിധിവിലക്കുകൾക്കനുസരിച്ച് ജനങ്ങൾക്ക് ഉത്ബോധനം നൽകുന്ന ഒരാളെ, അത്തരം ആളുകളോട് നമുക്ക് അസൂയ വെച്ചു പുലർത്താൻ അനുവാദമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വചനത്തിലൂടെ പഠിപ്പിക്കുകയാണ്. അതേ ആശയം തന്നെയാണ് രണ്ടാമത് പറഞ്ഞ ഹദീസും. അത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആണ് നിവേദനം ചെയ്തിട്ടുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ലാ ഹസദ ഇല്ലാ ഫീ ഇസ്നതൈനി, പറഞ്ഞ പോലെ 2 കാര്യങ്ങളിൽ അല്ലാതെ ഹസദ് പാടില്ല. എന്താണ് ആ 2 കാര്യങ്ങൾ? ഒന്ന്, റജുലുൻ ആതാഹുല്ലാഹുൽ ഖുർആൻ എന്നാണ് ഒന്നാമത് പറയുന്നത്. ഒന്നാമത്തെ ഈ വിശേഷണമായി കൊണ്ട് പറയുന്നത്, ഒരാൾക്ക് അള്ളാഹു ഖുർആൻ നൽകിയിട്ടുണ്ട്. ഖുർആൻ നൽകുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് വഹയിലൂടെ ലഭ്യമായി ആ ഖുർആനിനെ അത് മനസ്സിലാക്കാനും അത് ഗ്രഹിക്കാനും അങ്ങനെ അതിൻ്റെ വക്താവായി നിലകൊള്ളാനും ഒക്കെയുള്ള അറിവും പാണ്ഡിത്യവും ഒരാൾക്ക് അള്ളാഹു നൽകിയെങ്കിൽ അങ്ങനെ ഫഹുവ യഖൂമു ബിഹി ആനാ അൽ-ലൈലി വ ആനാ അൻ-നഹാർ, രാപ്പകലുകളിൽ ആ ഖുർആൻ പാരായണം ഓതിയും ഒക്കെ പ്രാർത്ഥനാ നിരതനാകുന്ന, നമസ്കാരത്തിലും സുജൂദിലും റുകൂഇലും ഒക്കെയായി കഴിയുന്നവരോട് നമുക്ക് അസൂയ പുലർത്താനുള്ള സാഹചര്യം, അനുവാദമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ വിശുദ്ധ ഖുർആൻ പഠിക്കാൻ അവസരം കിട്ടിയ, ഇൽമു കൊണ്ട് അനുഗ്രഹീതമായ ഒരാളുടെ ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത്, അതും ഈ പറയുന്ന പോലെ അള്ളാഹു അയാൾക്കോട് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയൊരു നിഅമത്താണ്. ആ നിഅമത്തിന് നന്ദി കാണിക്കുക എന്നുള്ളതാണ്. ആ നിഅമത്ത് ഏതോ അർത്ഥത്തിൽ മറ്റുള്ളവരിലേക്ക് എത്താനുള്ള ആഗ്രഹം അയാൾ ഉണ്ടാവുക എന്നുള്ളതാണ് ഒരു ആലിമായ അല്ലെങ്കിൽ യഥാർത്ഥ വിശ്വാസിയായ ഒരു പണ്ഡിതന്റെ നിലപാടായി മാറേണ്ടത്. അബ്ദുല്ലാഹിബിൻ അബ്ബാസ് അള്ളാഹിനെ കുറിച്ച് തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു റിവായത്തുണ്ട്. നമ്മൾ പലപ്പോഴും വായിച്ചവരായിരിക്കും. അദ്ദേഹം പറയാറുണ്ട്, ഞാൻ ചില സന്ദർഭം 3 കാര്യങ്ങൾ വല്ലാതെ സന്തോഷം കൊള്ളുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഒന്നാമത്തേത്, ഏതെങ്കിലും ഒരു നാട്ടിൽ, ഞാൻ വസിക്കുന്ന നാടല്ല, മറ്റേതെങ്കിലും ഒരു നാട്ടിൽ നീതിപൂർവം വിധി തീർപ്പ് കൽപ്പിക്കുന്ന ഒരു ഭരണാധികാരി ഉണ്ട് എന്ന് അറിയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത സന്തോഷം നൽകുന്ന കാര്യമാണ്. ഈ ലോകത്ത് നീതിപൂർവം വിധി തീർപ്പ് കൽപ്പിക്കുന്ന ഒരു ഭരണാധികാരി ഒരു നാട് ഭരിക്കുന്നുണ്ട്, നാട്ടിലുണ്ട് എന്നറിഞ്ഞാൽ ആ നാടുമായിട്ട് എനിക്കൊരു ബന്ധം ഉണ്ടായിക്കൊള്ളുന്നില്ല, ഞാനുമായ നാടിനോ നാട്ടുകാർക്കോ ഒരു ബന്ധവുമില്ല. പക്ഷെ അവിടെ നീതി പുലർത്തപ്പെടുന്നു, നീതിപൂർവ്വം കാര്യങ്ങൾ നടപ്പിലാക്കപ്പെടുന്നു എന്ന് അറിയുന്നത് എനിക്ക് വല്ലാത്ത സന്തോഷമുള്ള കാര്യമാണെന്നാണ്. രണ്ടാമത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് വെച്ചാൽ, ഏതെങ്കിലും ഒരു പ്രദേശത്ത് മഴ വർഷിക്കുന്നു, അള്ളാഹുവിൻ്റെ റഹ്മത്ത് എന്ന വണ്ണം മഴ വർഷിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അതും ഞാൻ വല്ലാതെ സന്തോഷിക്കുന്നതാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ പെയ്തില്ലെങ്കിലും മറ്റൊരു നാട്ടിൽ ചിലപ്പോഴൊക്കെ നമ്മൾ ഈ ചൂട് കാലത്തൊക്കെ നമ്മൾ പലപ്പോഴും പഠിച്ചവനെ അവിടെ പെയ്തല്ലോ, എന്തുകൊണ്ട് ഇവിടെ ഇല്ലല്ലോ എന്ന ഒരു നിരാശ വർത്തമാനങ്ങളാണ് പറയാറുള്ളത്. പലപ്പോഴും ഈ തൊട്ടപ്പുറത്ത് അങ്ങാടിയിൽ പെയ്തിട്ടുണ്ട്, നമ്മുടെ നാട്ടിൽ മാത്രമില്ലല്ലോ, എന്തേ പഠിച്ചവൻ എന്നൊക്കെ അർത്ഥത്തിൽ കാണുന്നവരോ. പക്ഷേ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാം, ഏതെങ്കിലും ഒരു നാട്ടിൽ അള്ളാഹുവിൻ്റെ റഹ്മത്ത് എന്നവണ്ണം മഴ വർഷിച്ചു എന്ന് അറിഞ്ഞാൽ ഞാൻ അതിൽ വല്ലാതെ സന്തോഷിക്കുന്നു എന്നുള്ളതാണ്. മൂന്നാമത് പറയുന്നത് നമ്മുടെ ഈ ഒരു വിഷയവുമായി ബന്ധിതമാണ്. എന്താണ്? ഞാൻ വല്ലാതെ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഞാൻ അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു ആയത്ത് അതുപോലെ മറ്റുള്ള ഒരാൾ മനസ്സിലാക്കുന്നതിനെ വല്ലാതെ സന്തോഷിക്കുന്നു എന്നാണ്. മറ്റൊരാൾ ഞാൻ മനസ്സിലാക്കിയതുപോലെ ഖുർആനി വചനം മനസ്സിലാക്കുക, കാരണം അത്രമേൽ പാണ്ഡിത്യമുള്ള തർജുമാൻ ഖുർആൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ് പറയുന്നത്, ഞാൻ ഈ ഒരു ആയത്തിനെ മനസ്സിലാക്കിയതുപോലെ ഏതെങ്കിലും ഒരാൾ ഈ ആയത്തുകളെ മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഞാൻ വല്ലാതെ സന്തോഷം കൊള്ളുന്ന കാര്യമാണെന്നാണ്. അത് എനിക്ക് മാത്രം പരിമിതമാകേണ്ടത് ഇൽമെന്നതല്ല, ഞാൻ പഠിച്ച കാര്യം, എനിക്ക് അറിയുന്ന കാര്യം, ഞാൻ മനസ്സിലാക്കിയ കാര്യം മറ്റൊരാളിലേക്ക് അത് എത്താനും അല്ലെങ്കിൽ അതുപോലെ മറ്റൊരാൾ അത് ഗ്രഹിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് വല്ലാത്ത സന്തോഷം നൽകുന്ന കാര്യമാണ്. കാരണം അതൊരു ആലിമായ, ശാക്യറായ, നന്ദി പ്രകടിപ്പിക്കുന്ന ഒരു പണ്ഡിതന്റെ നിലപാടാണ്. അതാണ് ഇവിടെ ഒരർത്ഥത്തിൽ പഠിപ്പിക്കപ്പെടുന്നത്. തനിക്ക് ലഭ്യമാകുന്ന ഇൽമിനെ അള്ളാഹുവിനെ വജ്ഹ് കാംക്ഷിച്ചുകൊണ്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന അത്തരം ആളുകളോട് നമുക്ക് അസൂയ പുലർത്താനുള്ള അനുവാദമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അതിൻ്റെ മറ്റൊരു വശമാണ് ഈ ഒരു അധ്യായത്തിന് തുടർച്ച എന്നവണ്ണമാണ് രണ്ടാമത്തെ ഹദീസിൽ പറയുന്നത്, വറജുലുൻ ആതാഹു മാലൻ, സമ്പത്ത് നൽകിയതായ ഒരു മനുഷ്യൻ, ഫഹുവ യുൻഫിഖുഹു ആനാ അൽ-ലൈലി വ ആനാ അൻ-നഹാർ, രാപ്പകലുകളിൽ അയാൾ തൻ്റെ സമ്പത്ത് ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അള്ളാഹുവിനെ വജ്ഹ് കാംക്ഷിച്ചുകൊണ്ട്. നേരത്തെ പറഞ്ഞ ഖുർആനി വചനങ്ങളിലൊക്കെ ഉള്ളതുപോലെ മറ്റൊരു പ്രതിഫലവും ആഗ്രഹിക്കാതെ, ഇല്ല ബിത്തിഗാ വജ്ഹി റബ്ബിൽ അഅല, അല്ലേ, അല്ലദീ യുഅ്തി മാലഹു യതസക്ക വമാ ലി അഹദിൻ ഇൻദഹു മിൻ നിഅമത്തിൻ തുജ്സ, ഒരാളിൽ നിന്നും ഒരു നന്ദി വാക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും അർത്ഥത്തിൽ എന്തെങ്കിലും പ്രതിഫലം ലഭിക്കണമെന്നോ ആഗ്രഹത്തോടു കൂടി എല്ലാവരും ചെലവഴിക്കുന്നു. മറിച്ച് ഇല്ല ബിത്തിഗാ വജ്ഹി റബ്ബിൽ അഅല, അള്ളാഹുവിൻ്റെ വജ്ഹ് മാത്രം കാംക്ഷിച്ചു കൊണ്ടുള്ള സമ്പത്ത് ചെലവഴിച്ചുകൊണ്ടിരിക്കുന്ന ധനികർ, അത്തരം സമ്പന്നർ, അത്തരം ആളുകളോട് നമുക്ക് അസൂയ പുലർത്താൻ അനുവാദം നൽകപ്പെടുന്നു എന്നുള്ളതാണ്. ഈ ഹദീസുകളുടെ ഒരു സാരാംശം പ്രധാനമെന്ന് പറയുന്നത്, സമ്പത്ത് ലഭ്യമായ
സമ്പന്നനായിട്ടുള്ളവർ തൻ്റെ സമ്പത്ത് അള്ളാഹുവിന് മാർഗ്ഗത്തിൽ ചെലവഴിക്കുക എന്നുള്ളത് ഒരർത്ഥത്തിൽ അത് അള്ളാഹുവിനോടുള്ള അങ്ങേയറ്റത്തെ നന്ദി പ്രകാശനത്തിൻ്റെ അടയാളമാണ് എന്ന ഒരു പാഠമാണ് ഇവിടെ പഠിപ്പിക്കപ്പെടുന്നത്. അത്തരം ആളുകളെ പോലെ ആകണം എന്ന് ആഗ്രഹിക്കാനും ഉള്ള ഒരു അനുവാദം, അല്ലെങ്കിൽ അങ്ങനെ അത്തരം ആളുകളോട് നമുക്ക് ഹസദോടുകൂടി അവരെ കാണാനൊക്കെ ഉള്ള ഒരു അനുവാദം യഥാർത്ഥം നമുക്ക് നൽകപ്പെടുന്നു എന്ന് പറയുന്നത് അവരുടെ ശ്രേഷ്ഠതയെക്കുറിച്ചാണ് അത് പഠിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ആ ഒരു കർമ്മത്തിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച്. കാരണം ആ കർമ്മം എനിക്കും ഉണ്ടാകണം, അതെൻ്റെ കർമ്മപുസ്തകത്തിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കലാണല്ലോ ആത്യന്തികമായിട്ട് നടക്കുന്നത്. അതിനെയാണ് ഈ ഹദീസുകൾ യഥാർത്ഥത്തിൽ പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അർത്ഥത്തിൽ സമ്പന്നത കൊണ്ടും ഐശ്വര്യം കൊണ്ടും സർവോപരി ഉള്ള സമ്പത്തിനെ അള്ളാഹുവിനുമായി ചെലവഴിക്കാനുള്ളൊരു മനസ്സ് ലഭ്യമാക്കിക്കൊണ്ട്, വളരെ പ്രധാനമാണത്. സമ്പന്നരായ ധാരാളം ആളുകളുണ്ടാവും, പക്ഷേ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മറ്റൊരു ഭൗതിക താല്പര്യങ്ങളില്ലാതെ, അല്ലെങ്കിൽ ഏതോ അർത്ഥത്തിൽ തൻ്റെ പേരും പെരുമയും ഒന്നും എവിടെയും പ്രദർശിപ്പിക്കപ്പെടാതെ തന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരർത്ഥത്തിലും പരിധികളില്ലാതെ ചെലവഴിച്ചു കൊണ്ടിരിക്കുക എന്ന് പറയുന്ന എത്രയോ വലിയ വ്യക്തിത്വങ്ങൾ നമുക്കറിയാം. അതേസമയം ഈ മാർഗത്തിൽ ചെലവഴിക്കാൻ ഒരു നിലക്കും സന്നദ്ധ, ഏതോ അർത്ഥത്തിൽ ചെലവഴിക്കാൻ ക്ഷണിക്കപ്പെടുമ്പോൾ വല്ലാത്ത പ്രയാസത്തോടുകൂടി എല്ലാ പ്രതിസന്ധികളും മുന്നിൽ വെക്കുന്ന ആളുകളെയും നമുക്ക് കാണാൻ കഴിയാറുണ്ട്. ഇനി അഥവാ അവർ ചെലവഴിക്കണമെങ്കിൽ പ്രത്യക്ഷത്തിൽ ഇങ്ങനെ എല്ലാവരും ആദരിക്കപ്പെടുകയും അവരുടെ പേരിൽ ഇവിടെ ഫ്ലക്സുകൾ ഉയർത്തപ്പെടുകയും അവർ ആ അർത്ഥത്തിൽ ആദരിക്കപ്പെടുകയും അവർ ഏതോ അർത്ഥത്തിൽ ഇങ്ങനെ പൊതുജനങ്ങൾക്കിടയിൽ പ്രത്യേകമായി ക്ഷണിക്കപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോൾ മാത്രം ചെലവഴിക്കുന്ന വിഭാഗങ്ങളൊക്കെ ഉണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നില്ല എന്ന് കൂടെ നാം തിരിച്ചറിയണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ അർത്ഥത്തിൽ ഇൽമു കൊണ്ടും സമ്പന്നത കൊണ്ടുമൊക്കെ ആ ഇൽമു കൊണ്ട് മറ്റുള്ളവരിലേക്ക് അത് എത്തിച്ചു കൊടുത്ത്, സമ്പത്ത് കൊണ്ട് മറ്റുള്ള അള്ളാഹുവിനുമാർ ചെലവഴിച്ച് അവൻ്റെ പുണ്യം നേടുന്ന സൗഭാഗ്യവന്മാർ നാഥൻ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.